പുതിയ സിനിമകൾ വരുമ്പോൾ കേരളത്തിൽ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ഇലുമിനാറ്റി എന്ന വാക്ക്. എന്താണ് ഈ ഇലുമിനാറ്റി? ആരാണ് ഇലുമിനാറ്റികൾ? ഇതും വിശ്വാസികളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. പല കഥകളും ലോകത്ത് ഇലുമിനാറ്റിയെ കുറിച്ച് പ്രചരിച്ചു വരുന്നുണ്ട്. പലതരത്തിലാണ് പലരും ഈ വാക്കിന് നൽകിയിരിക്കുന്ന അർത്ഥങ്ങളും. ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് ഈ വാക്കിനെയും ഇതിലതിൽ ഉൾപ്പെട്ടവരെയും പറയുന്നത്. കൂടാതെ ലോകത്തെ പോലും നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരാണ് ഇക്കൂട്ടരെന്നും വിശ്വസിക്കുന്നവരുണ്ട്. അതായത് പണം കൊണ്ടും ബുദ്ധി കൊണ്ടും കരുത്തുകൊണ്ടും കാലത്തെയും കാലാവസ്ഥയെ പോലും പിടിച്ചുകെട്ടാൻ കഴിവുള്ളവരാണ് ഇലുമിനാറ്റികൾ എന്നാണ് വാദങ്ങൾ. ഇലുമിനാറ്റിക്ക് രൂപം കൊടുത്തത് 1700കളിൽ ബവേറിയൻ പ്രൊഫസറാണ് എന്നാണ് ഇതിൽ മുഖ്യമായി പറയുന്ന സിദ്ധാന്തം. അതായത് ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് തന്നെ നാട്ടിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയും തെറ്റുകൾക്കെതിരെയും പോരാടുക എന്നതാണ്. പ്രധാനമായും ഇവർ ലക്ഷ്യം വെക്കുന്നത് സമൂഹത്തെ നന്നാക്കുക എന്നതുകൂടിയാണ്. വിരലിലെണ്ണാവുന്ന അംഗങ്ങളിൽ തുടങ്ങിയ ഇക്കൂട്ടർ പിന്നീട് ലോകമെങ്ങും വളർന്നുവെന്നും പഠനങ്ങൾ പറയുന്നു. ഐ ഓഫ് പ്രൊവിഡൻസ്, അതായത് ത്രികോണത്തിനകത്തുള്ള കണ്ണുകൾ, ഇലുമിനാറ്റിയോട് ചേർത്ത് വെച്ച് പറയുന്നവരും ഉണ്ട്. ഇവർ അർത്ഥമാക്കുന്നതനുസരിച്ച് ലോകത്ത് എല്ലാം കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഇക്കൂട്ടരാണ്. ഇലുമിനാറ്റി ഒരിക്കലും ഒരു സങ്കല്പമല്ലെന്നും ഒരു യാഥാർത്ഥ്യമാണെന്നും അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇവരുടെ അംഗങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ പോലും മറികടക്കാനുള്ള തന്ത്രം അറിയാമെന്നും പറയപ്പെടുന്നു. നിലവിൽ ഈ ലോകത്തുള്ള അതിസമ്പന്നരും അതിപ്രശസ്തരുമായ സെലിബ്രിറ്റികളിൽ പലരും ഈ സംഘടനയിൽ അംഗമാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി ഉണ്ടാക്കിയ വെളിപാടാണ് ഇതിനു പിന്നിലെന്നും ഒരു കഥ ഇന്ത്യയിലും പ്രചരിച്ചു വരുന്നുണ്ട്. ഡാൻ ബ്രൗണിന്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ് എന്ന പുസ്തകത്തിലും ഇക്കാര്യം പറഞ്ഞു പോകുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.